Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Learning Daisy of Physics Master Teacher. അപ്പോൾ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് laws of motion. അപ്പോൾ നമ്മുടെ മോഷന്റെ സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ തന്നെ മോഷന്റെ പ്ലെയിൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ റിവിഷൻ ആണ് for laws of motion. സോ ഇതുവരെയും എന്താ പറയുക ഈ ഒരു ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്യാവശ്യം ഒരു ബേസിക് നോളജ് കിട്ടാൻ പാകത്തിനുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെഷൻ ആണ് ഇന്ന് നമ്മുടെ ഈ ഒരു റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾറെഡി നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ? എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യണം, എല്ലാ ടോപ്പിക്കും ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കും വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സെഷനാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ടോപ്പിക്സും നമ്മളൊന്ന് ജസ്റ്റ് കവർ ചെയ്യും. ആൻഡ് മേജർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ എടുത്തെടുത്ത് പറയും. സോ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് ഓക്കെ ഇത് നന്നായി പഠിക്കണം എന്നുള്ള ഒരു അവയർനെസ്സും നിങ്ങൾക്ക് കിട്ടും. സോ മക്കളെ ലോസ് ഓഫ് മോഷനിലോട്ട് നമ്മൾ പോവുകയാണ്. സോ നോക്കിക്കേടാ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ലോ ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. എന്താണ് ദ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, എ ബോഡി continues to be in a state of rest or uniform motion along a straight line unless an external force is applied. അതായത് ഒരു പുറത്തു നിന്നൊരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെയും ഒരു ബോഡി റെസ്റ്റിലാണോ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നും. അത് യൂണിഫോം മോഷനിന്റെ സ്ട്രേറ്റ് ലൈൻ ആണോ യൂണിഫോം മോഷനിന്റെ സ്ട്രേറ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നും. സോ ദിസ് ഇസ് ആക്ച്വലി എന്താണ് പറയുന്നത്, ഇനേർഷ്യ. ആൻഡ് 3 ടൈപ്പ് ഓഫ് ഇനേർഷ്യാസ് ആണ് നമുക്കുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ആക്ച്വലി റെസ്റ്റ്. ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ഇരിക്കണം. ആൻഡ് ഡയറക്ഷൻ. അപ്പൊ റെസ്റ്റിലിരിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ്, അതായത് നമ്മളിപ്പം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറകോട്ടൊന്നും ആയും അല്ലെ. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, റെസ്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് എന്താ, നമ്മൾ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമുക്ക് താല്പര്യം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, യെസ്, ബോഡി ഈ ഒരു മോഷന് റെസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പുറകോട്ടൊന്നും ആയുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ബോഡിക്ക് എന്താണ്, റെസ്റ്റിൽ നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ അല്ലെങ്കിൽ അനങ്ങാതിരിക്കാനാണ് താല്പര്യം. ഇനി അടുത്തത് മോഷൻ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതാണ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, യെസ്, നമ്മുടെ സ്വന്തം നമ്മൾ ബസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു റെസ്റ്റിന്റെ ഇനേർഷ്യ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടി തുടങ്ങിയത്. പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും മുന്നോട്ടേക്ക് ആയും അല്ലെ. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്, മൂവ് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ എന്ത് ചെയ്തു, വണ്ടി നിന്നു. ദാറ്റ് മീൻസ് റെസ്റ്റിലായി. അത് നമുക്ക് പറ്റത്തില്ല, കാരണം നമുക്ക് മോഷനാണ് പറ്റേണ്ടത്. ഇനി ഡയറക്ഷൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയട്ടെടാ. അതായത് എന്താ പറയാ, നമ്മളിപ്പം എന്താ പറയാ, എന്തെങ്കിലും ഒരു സാധനം ഒരു ത്രെഡിൽ ഇട്ടിട്ട് നമ്മൾ കെട്ടി വെച്ചു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ ചുറ്റി കറക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ഈ ത്രെഡ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ഈ കണക്ട് ചെയ്ത് വെച്ച റബ്ബറോ സ്റ്റോണോ ബോളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ സാധനം എന്ത് ചെയ്യും, ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും പോകുക. കാരണം എന്താണ്, ഒരു സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എപ്പോഴും അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും. ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിരിക്കും. സോ ഇത് ത്രെഡ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യത്തില്ല, വട്ടം കറങ്ങത്തില്ല അല്ലെ. അത് ടാൻജൻഷ്യൽ ആയിട്ട് അതെന്ത് ചെയ്യും, തെറിച്ചു പോകും. അതാണ് എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ, ഡയറക്ഷന്റെ ഇനേർഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ഇത് ന്യൂട്ടൺസ് എന്താ പറയുക, നമ്മുടെ ലോ ഓഫ് ഇനേർഷ്യയുടെ തന്നെ വേറൊരു വകഭേദം അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോം നമുക്ക് പറയാം. ആൻ ഒബ്ജക്ട് വിൽ റിമൈൻ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, ഒന്നിക്ക് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ്, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ബൈ ദ ആക്ഷൻ ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അതായത് ഇപ്പം കറന്റ്ലി അതിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഓക്കെ, സോ ഈ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുന്നിടത്തോളം കാലം റെസ്റ്റിലാണോ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. യൂണിഫോം മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ ആണോ ആ യൂണിഫോം മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് സിംപ്ലി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. What is the force required to lift a school bag of 12 kg mass? Simple അല്ലേ, F is equal to mg അല്ലേ. F is equal to ma ആണ്. So we can write it as mg അല്ലെ. ഇവിടെ a എന്ന് പറയുന്നത് g ആയിരിക്കും. So mass into 10. ഇവിടെ mass തന്നിട്ടുണ്ട് 12 kg. ആ യൂണിറ്റ് മാറ്റണ്ട, 12 into 10 that is 120 Newton. Okay, ഇനി next one is a man jumping out of a slow moving bus falls forward. അതായത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യുകയാണ്, എടുത്ത് ചാടുവാണ്. അപ്പൊ എന്ത് ചെയ്യും, യെസ്, തീർച്ചയായിട്ടും അയാൾ മുന്നോട്ടേക്ക് വീഴും. എന്തുകൊണ്ടാണ്, ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ഇനേർഷ്യ. എന്ത് ഇനേർഷ്യ, മോഷന്റെ അല്ലെ. യെസ്, മോഷന്റെ ഇനേർഷ്യ ആണ്. സോ വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദി എബവ് കൺസെപ്റ്റ്, എന്താണ്, യെസ്, നമ്മുടെ ഫസ്റ്റ് ലോ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ലോ എന്താണെന്നുള്ളതും എഴുതി വെക്കുക. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ ദി ടേബിൾ. അതായത് ഒരു ടേബിളില് റെസ്റ്റിലിരിക്കുന്ന ഒരു ബുക്ക്, ഓക്കെ, ആ ബുക്കിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് അറിയേണ്ടത്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 0. ഓക്കെ, അതുകൊണ്ടാണ് അത് റെസ്റ്റിലിരിക്കുന്നത്. ഓക്കെ അല്ലടാ. ഇനി അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താ പറയുന്നത്, അവിടെ നമ്മൾ വേറെ പറയുന്ന കാര്യമാണ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാലോടാ, അതായത്
നമ്മൾ എന്താ പറയുക, ഒരു ബോൾ, ഓക്കെ, ഒരു ടെന്നീസ് ബോൾ നമ്മൾ പെട്ടെന്ന് വരുന്നതും അതേപോലെ തന്നെ ഒരു ലെതർ ബോൾ അതേ സ്പീഡിൽ വരുന്നതും നമ്മുടെ ഒരു കൈക്ക് വേദന ഉണ്ടാക്കുന്നത് രണ്ടും രണ്ടാണ് അല്ലെ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി അല്ലെ. മാസും വെലോസിറ്റിയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എം വി നമുക്ക് കിട്ടി. ഓക്കെ, എം വി കിട്ടി. അപ്പൊ എന്താണ് ഈ മൊമെന്റം എന്നതുകൊണ്ട് ഒരു ഇത് മാസിന്റെ വെലോസിറ്റി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ് ശരിക്കും മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, യെസ്, അതിന് മോഷനിൽ അല്ലെങ്കിൽ അതിന് ചലിക്കാനുള്ള അതിന്റെ എബിലിറ്റി ഉണ്ടല്ലോ, ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് മൊമെന്റ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് അതിന്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? യെസ്, അതിന് മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ കഴിവാണ് എന്തെന്ന് പറയുന്നത് മൊമെന്റം. ഓക്കെ, മോഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അതിന്റെ എബിലിറ്റി. ഇനി നെക്സ്റ്റ് വൺ, ഡിഫൈൻ മൊമെന്റം ഓഫ് എൻ ഒബ്ജെക്ട്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് മാസ് kg ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദ യൂണിറ്റ് വിൽ ബി kg മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? യെസ്, ഇതൊന്നും നമ്മൾ യൂണിറ്റ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഫ്രം ദി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കിട്ടും അല്ലെ. ഇനി അതേപോലെ നമ്മൾ ഓരോ ചാപ്റ്ററിലും പുതുതായിട്ട് പഠിക്കുന്ന ചില യൂണിറ്റ്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞിരിക്കണം, അതാണ് യൂണിറ്റ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? dp/dt which is directly proportional to എന്താണ്? F, applied force, and takes place in the direction in which the force acts. Okay അല്ലെ? F dp/dt which is proportional to F. So we can write it as F is equal to dp/dt. ആ കോൺസ്റ്റന്റ് നമ്മൾ 1 ആയിട്ട് എടുത്തു. ഓക്കെ അല്ലെ? ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഇക്വാലിറ്റി എടുക്കുന്നില്ല, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ we can write it like this. And dp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p is equal to mv അല്ലടാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കാൻ d/dt of mv. ഓക്കെ, അതിൽ എം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആ. സോ d/dt of v ഇതെന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി എന്താണ്? യെസ്, dp റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻടു ആക്സിലറേഷൻ. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ. ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ ആണ്. ആൻഡ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ F is equal to ma ആണ്. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ kg ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 1 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്താണ്? 1 ന്യൂട്ടൺ. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ടേമുകൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഇത് തന്നെ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാം, kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ പക്ഷെ നമുക്ക് ന്യൂട്ടൺ എന്ന് പറയുന്നത് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. സോ ആ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദിസ് ഇസ് 1 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ എക്സ് ഡയറക്ഷനിലുള്ളതും y ഡയറക്ഷനിലും z ഡയറക്ഷനിലും എന്താണെന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എനി ഇന്റേണൽ ഫോഴ്സസ് ഇൻ ദ സിസ്റ്റം ആർ നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എഫ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ dp/dt which is equal to F ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇതിലെന്താ പറയുന്നത്? ഈ F എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ്, നോ ഇന്റേണൽ ഫോഴ്സ്. ബിക്കോസ് എന്താണ്? നെറ്റ് ഇന്റേണൽ ഫോഴ്സിന്റെ വാല്യൂ ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ അല്ലടാ? ഇനി ആക്സിലറേഷൻ ഹിയർ ആൻഡ് നൗ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സ് ഹിയർ ആൻഡ് നൗ, നോട്ട് ബൈ എനി ഹിസ്റ്ററി ഓഫ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അതായത് ഇവിടുത്തെ ആക്സിലറേഷൻ നമ്മൾ പറയുന്നത് ആ മൊമെന്റിലെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നില്ല, യെസ് ഇത് കുറച്ച് നേരം മുന്നേ എത്രയായിരുന്നു, ഇത് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതിനെ കുറിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് എന്തിനെ മാത്രം കുറിച്ച് പറയുന്നുള്ളൂ? ആക്സിലറേഷൻ എന്തിനെ കുറിച്ച് മാത്രമേ, ആ പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം ടു പ്രൊഡ്യൂസ് എ ഫൈനൈറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാലോ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ബോൾ തട്ടുന്നത്. ആ തട്ടുന്നത് ഭയങ്കര ഫോഴ്സിലാണ്. അതായത് ചെറിയ സമയത്തില് വലിയ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ അല്ലെ? ചെറിയ സമയത്തില് വലിയ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് ഈസ് എന്താണെന്ന് പറയുന്നത്? ഇമ്പൾസ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഫോഴ്സ് F എന്നെടുത്തു, ആ ചെറിയ സമയത്തിന് ΔT എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച്, സോറി, നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാവുന്നത്? F എന്ന് പറഞ്ഞാൽ dp/dt അല്ലേ? സോ നമുക്ക് എഴുതാം ΔP/ΔT into ΔT. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ΔP. മനസ്സിലായല്ലോടാ? സോ ഇമ്പൾസ് ഇസ് ആക്ച്വലി ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. Next one, using Newton's second law of motion, derive equation F is equal to ma. We already നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? F is equal to dp/dt. Okay, and ഈ p ക്ക് നമ്മൾ എന്ത് ചെയ്തു? mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. And then എന്ത് ചെയ്തു? yes, m നെ പുറത്തെടുത്തു, dv/dt എഴുതി. And dv/dt is actually എന്താണ്? മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അല്ലേ? നമ്മളൊരു ആക്ഷൻ കൊടുത്തിട്ടുണ്ടോ, അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു റിയാക്ഷനും കിട്ടും. അതായത് നമ്മൾ ഒരാൾക്ക് അടി കൊടുത്താൽ തിരിച്ചു അപ്പം തന്നെ നമുക്ക് തിരിച്ചടിയും കിട്ടത്തില്ലേ? എക്സാക്ട്ലി ദ സെയിം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറയിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു അല്ലെ? അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? നമുക്ക് തിരിച്ചൊരു ഫോഴ്സ് തറയും തരുവാണ്.
ഓക്കെ അല്ലേ? സോ ഇതെല്ലാം എന്തായിരിക്കും? ഒരൊറ്റ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നു. ആൻഡ് രണ്ടും എന്താണ്? ഡിഫറെന്റ് ബോഡീസിൽ ആക്ട് ചെയ്യുന്നത്. സോ ഈ ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിംപ്ലി അത് എന്ത് തന്നെയാണ്? ഈ ആക്ഷൻ എന്ന് പറയുന്നതും റിയാക്ഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാടാ? യെസ്, ഇറ്റ് ഇസ് സിംപ്ലി ഫോഴ്സ് തന്നെയാണ്. ഓക്കെ അല്ലെ? ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് ഇവിടേക്ക് കൊടുത്തു, തിരിച്ച് നമുക്കൊരു ഫോഴ്സ് തറയും തരുന്നു. ഓക്കെ, അപ്പം ഈ ആക്ഷൻ റിയാക്ഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദിസ് ടേം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ സിംപ്ലി മീൻസ് എന്താണ്? ഫോഴ്സ് ആണ്. യൂസിങ് ഡിഫറെന്റ് ടേംസ് ഫോർ ദ സെയിം ഫിസിക്കൽ കോൺസെപ്റ്റ് ക്യാൻ സംടൈംസ് ബി കൺഫ്യൂസിങ്. അതുകൊണ്ടാണ്, അതായത് ഈ ഫോഴ്സ് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറയേണ്ടത്? യെസ്, ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ, അതായത് ഇപ്പൊ തറ നമുക്ക് തരുന്ന ഫോഴ്സ്, ഓക്കെ, തറ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ തറയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ് F12 എന്ന് വിളിച്ചെന്ന് വിചാരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു തറ നമുക്ക് തരുന്ന ഫോഴ്സ്. ഓക്കെ അല്ലെ? ദാറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ? തറ നമുക്ക് കൊടുത്തു, നമ്മൾ തറയ്ക്ക് കൊടുത്തു, തറ നമുക്ക് തന്നു. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. So we can write it as FAB is equal to minus FAB, അതായത് force on A by B which is equal to minus of force on B of A. ഇനി അടുത്തത് എന്താണ് ആക്ഷൻ റിയാക്ഷൻ പെയറിന്റെ കണ്ടീഷൻസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ നോക്കിയാൽ ഇത് രണ്ടും അറ്റ് എ ടൈം നടക്കുന്നത്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ് കേട്ടോ. ആൻഡ് ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. നമുക്കറിയാലോടാ, നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചെങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഫൈൻ അല്ലടാ? ഇനി ആക്ട് അലോങ് ദി സെയിം ലൈൻ ആൻഡ് ആക്ട് ഓൺ ഡിഫറെന്റ് ഒബ്ജക്ട്സ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം നേച്ചറും ആയിരിക്കും. ഓക്കെ അല്ലെ? ബട്ട് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് FAB വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് FBA എന്ന് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മിസ് ആ 10th മിനിറ്റിലെ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലായില്ലെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ടൈം ഒന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഡൗട്ട് അത് ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് തരാം. കാരണം നിങ്ങൾക്ക് എക്സാം ടൈം ആണ്, നിങ്ങൾക്ക് എക്സാമിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടെന്ന് അറിയാം. സോ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മാനസിക വികാരം എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് ആൻസർ പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം. ഒന്നുമില്ല, അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈസോ ഷേപ്പോ അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഒബ്ജക്റ്റ് ആണോ, അതിന്റെ വോളിയം എന്താണോ, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു ഷേപ്പ് കൊടുക്കുന്നു ആൻഡ് നമ്മൾ അവിടെ ആക്ട് ചെയ്തിട്ടുള്ള ഫോഴ്സസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ അല്ലേടാ? യെസ്, അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഉണ്ട്. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? അതായത് ഒന്നുമില്ല, ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നെറ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ dp/dt എന്ന് പറയുന്നത് എന്താണ്? F അല്ലേ? സോ dp/dt എന്തായിട്ട് മാറും? 0 ആണെങ്കിൽ 0 ആയിട്ട് മാറില്ലേ? സോ this will represent as P is equal to a constant value. That means we can write it as P m1v1 which is equal to എന്താണ്? m2v2 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? സോ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും, ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും when F external is equal to 0. നെറ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റത്തിൽ എന്താണ് അത്? എന്താ പറയുക, മൊമെന്റം അവിടെ കൺസർവ്ഡ് ആണ്. ഇനീഷ്യൽ മൊമെന്റം തന്നെയായിരിക്കും ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നതും. സോ ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി we write it as m1v1 which is equal to m2v2. State law of conservation of linear momentum. Prove it using Newton's third law of motion. അതായത് നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, m1 ആണ്, and this is m2. ഓക്കെ, ഇതിന്റെ വെലോസിറ്റി u1 ആണ്, ഇതിന്റെ വെലോസിറ്റി u2 ആണ്. ഇത് കൊളൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ m1 പിന്നെ പോകുന്നത് v1 വെലോസിറ്റിയിലും m2 പോകുന്നത് v2 വെലോസിറ്റിയിലുമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പൾസ് എന്താണെന്ന് അറിയാലോടാ. ഫോർ ദാറ്റ് പർപ്പസ് ഞാൻ എന്ത് ചെയ്യുവാണ്? ബിഫോർ കൊളീഷൻ m1ന്റെ മൊമെന്റ് എഴുതാൻ പോവാണ് കേട്ടോ. ബിഫോർ കൊളീഷൻ ഓക്കെ, b1 എന്ന് കേട്ടോ, ബിഫോർ കൊളീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് എന്താണ്? m1u1. ആൻഡ് ബിഫോർ കൊളീഷൻ രണ്ടാമത്തെ മാസിന്റെ ദാറ്റ് ഇസ് m2u2. ഇനി ആഫ്റ്റർ കൊളീഷൻ PA1 എന്തായിരിക്കും? m1v1. ആൻഡ് ആഫ്റ്റർ കൊളീഷൻ രണ്ടാമത്തെ m2വില് ദാറ്റ് വിൽ ബി m2v2 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലടാ? ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ആ ചെറിയൊരു ടൈം പീരീഡ് ആണ്. സോ ഞാൻ എഴുതുവാണ് F12. ഓക്കെ അല്ലെ? അതായത് നമ്മുടെ എന്താ പറയാ, 1ല് 2 കാരണം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലെ? F12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് by 1 on m2. Okay, this is actually F12. ഇനി F21 എന്താണ്? F21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് by m2 on m1.
ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ F12 into T യും F21 into T യും നമുക്ക് കിട്ടിയല്ലോടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F12 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? യെസ്, M1V1 മൈനസ് M1U1 ആയിരിക്കും. അതേപോലെ തന്നെ ഫോർ M2 എന്തായിരിക്കും? ദിസ് വിൽ ബി M2V2 മൈനസ് M2U2. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതായത് F12 into T പ്ലസ് F21 into T അല്ലെ, ഇതാണ് ഇവിടെ വരുന്നത്. അപ്പൊ T കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ F12 പ്ലസ് F21 ആയിട്ട് വരില്ലേ, into T വരും അല്ലെ. ആൻഡ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്കറിയാലോടാ, ദിസ് വാല്യൂ വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. F12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മൈനസ് F21 ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? 0 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, അത് 0 ആയിപ്പോയി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാടാ? M1V1 plus M2V2 which is equal to M1U1 plus M2U2. Clear? So നമുക്ക് മനസ്സിലായി എന്താണ്? മൊമെന്റം കൺസർവ്ഡ് ആണ്. ഇനീഷ്യൽ മൊമെന്റം which is equal to എന്താണ്? ഫൈനൽ മൊമെന്റം ആണ്. ഇനി ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ again സിമ്പിൾ സംഭവം, നെറ്റ് ഫോഴ്സ് അവിടെ 0 ആണ്. ഓക്കെ അല്ലേ? നെറ്റ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താണ്? ഇവിടുത്തെ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അങ്ങനെ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ we can say that that body is in equilibrium. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് യൂഷ്വലി ഉണ്ടാകുന്ന കോമൺ ഫോഴ്സസ്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഫോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറയാ, അറിഞ്ഞോ അറിയാതെ നമ്മൾ മിസ് ചെയ്യാതെ ഇരിക്കുന്ന സംഭവമാണ് വെയിറ്റ് അല്ലെ. ഓൾവേസ് എന്ത് ചെയ്യും? യെസ്, ഡൗൺവേർഡ്സ് അല്ലെ, നമ്മുടെ ടുവേർഡ്സ് ദി സെന്റർ ഓഫ് എർത്ത് ഒരു വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ mg ആക്ട് ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ എങ്കിൽ നേരെ താഴത്തോട്ടായിരിക്കും mg ആക്ട് ചെയ്യുന്നത്. അതേസമയം ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക, അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് ആ ബോഡി ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ mg മാർക്ക് ചെയ്യുന്നത്? യെസ്, ടുവേർഡ്സ് ദി സെന്റർ തന്നെയാണ് അല്ലേ. അല്ലാതെ നമ്മൾ ഈ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ചെയ്യുക? അല്ല അല്ലെ. നമ്മൾ ഇങ്ങനെയായിരിക്കും mg ഇടുന്നത്. ഇത് റോങ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അതിന് നമ്മൾ ചിലപ്പം n എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് കാണാം, r എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് കാണാം. വോട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഇസ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അങ്ങനെയുള്ള നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസിൽ നിന്നും കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ്. സോ ഇതാണ് സർഫസ് എങ്കിൽ, പ്ലെയിൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെയായിരിക്കും n വരുന്നത്. സോ നമുക്ക് മനസ്സിലായി n ഉം mg എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഇൻക്ലൈൻഡ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ സർഫസ് ഉണ്ടല്ലോ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം n വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇൻക്ലൈൻഡ് ആണ് സർഫസ് എങ്കിൽ, ഓക്കെ, ഇൻക്ലൈൻഡ് ആണ് സർഫസ് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വരയ്ക്കാനായിട്ട്. ഓക്കെ അല്ലേ? ആൻഡ് അഗൈൻ ഞാൻ റിമൈൻഡ് ചെയ്യുവാണ്, നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ്? ദിസ് ഇസ് mg. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഉള്ള ഒരു ഫോഴ്സ് ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്തതാണ്? ഒരു ലോഡ് ഇട്ട് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ താഴത്തോട്ട് ഇവിടെ mg ആക്ട് ചെയ്യും. സോ ഓൾസോ അപ്വേർഡ് ഡയറക്ഷനിൽ ആര് ആക്ട് ചെയ്യും? ടെൻഷൻ ആക്ട് ചെയ്യും. ആൻഡ് ഓൾവേസ് ടെൻഷൻ എന്തായിരിക്കും? ലോഡിൽ നിന്നും അല്ലെങ്കിൽ ആ സപ്പോർട്ടിൽ നിന്നും എന്തായിരിക്കും? എവേ പോകാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഓക്കെ അല്ലടാ? അപ്പൊ ടെൻഷനും മനസ്സിലായി. ഇനി അടുത്തതാണ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫോഴ്സ്. അതായത് നമ്മുടെ മോഷൻ എന്താ പറയാ, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, ഓക്കെ അല്ലെ, ആ ഒബ്ജക്റ്റിന് റിലേറ്റീവ് മോഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് റിലേറ്റഡ് ടു ടു സർഫസ് ഇൻ കോൺടാക്ട് which opposes the relative motion between them. ഓക്കെ അല്ലെ? മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ആണുള്ളത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ തുടങ്ങിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പ് ഒരു എന്താ പറയുക, ഒരു സ്ലിപ്പിംഗ് മോഡ് എത്തൂലേ, അവിടെ ഉള്ളതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ സ്റ്റാർട്ട് ചെയ്തു, മോഷൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇതേപോലെ ആയിരിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ നമുക്ക് നോക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് when there is a tendency of relative motion between them. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് when there is a relative motion between. അടുത്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടേം പഠിക്കാൻ പോകുന്നത്. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വാരിയബിൾ റെസിസ്റ്റീവ് ഫോഴ്സ് which is equal and opposite to external force until it surpasses the threshold. Okay, that is something else. Okay, അതായത് ഈ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ, അതാണ് ഈ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. ബ്രേക്ക് ചെയ്താലാണ് എന്ത് ചെയ്യുന്നുള്ളൂ? മോഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് പറയാം സ്റ്റാറ്റിക് ഫ്രിക്ഷന് പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെ. ഇറ്റ് ഈസ് ദ മാക്സിമം പോസിബിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസ് ജസ്റ്റ് ബിഫോർ സ്ലൈഡിംഗ്. ഓക്കെ അല്ലേ? ആൻഡ് ഓൾവേസ് നമുക്ക് പറയാം എക്സ്റ്റേണൽ ഫോഴ്സിനെക്കാട്ടിലും വലുതായിരിക്കും എന്തെന്ന് പറയുന്നത്. യെസ്, നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമാണ് റിലേറ്റീവ് മോഷൻ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, എപ്പോഴാണ് എക്സ്റ്റേണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടും അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതലാകുന്നത് എങ്കിൽ മാത്രമേ അവിടെ മോഷൻ പോസിബിൾ ആയിട്ടുള്ളൂ കേട്ടോ.
മനസ്സിലായല്ലോ? സോ ഇതാണ് ഒരു ബോഡിനെ സംബന്ധിച്ചിടത്തോളം mg താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു ആൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് n ആക്ട് ചെയ്യുന്നു ആൻഡ് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ. സോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സർഫസിന് പാരലൽ ആയിട്ട് ആരുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓൾവേസ് സർഫസിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. The static friction comes into play at the moment of the forces applied. Okay, write the relation between static friction and normal reaction. ഒന്നുമില്ല, static friction എന്ന് പറയുന്നത് which is directly proportional to normal ആണ് കേട്ടോ. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that the coefficient of static friction between the box and the train's floor is 0.15. So ഇത് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാനിടയുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സും അതേപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സും സെയിം ആയിട്ട് വന്നാൽ മാത്രമാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ. സോ എനിക്ക് എഴുതാം ma - f ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ? എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? mu n, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് എന്താ പറയാ പ്ലെയിൻ സർഫസ് ആയതുകൊണ്ട് നമുക്ക് പറയാം mu mg. സോ എനിക്ക് എഴുതാം ആക്സലറേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു f by m ആണ്. എഫിന് പകരം ഞാൻ എഴുതി mu mg ഡിവൈഡഡ് ബൈ m. എമ്മും എമ്മും ക്യാൻസൽ ആയിപ്പോ എനിക്ക് കിട്ടി mu g. മ്യൂവിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 0.15. ജിന്റെ വാല്യൂ നമുക്കറിയാം 10 അല്ലെങ്കിൽ 9.8 എടുക്കാം, നമുക്ക് കിട്ടും. ഇനി സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ 4 പോയിന്റ് എഴുതാം. ദ ഡയറക്ഷൻ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ് is always opposite to the direction of motion and it is always acting tangential to the surface. It is independent of the material and the nature of the surface in contact and it is independent of the shape and area. Okay, ഏരിയ അത് കോൺടാക്ട് ചെയ്യുന്നില്ല, 1 മാർക്ക് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mu k n എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. mu k എന്ന് പറഞ്ഞിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം കേട്ടോ. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ വരുവാണ്. അതായത് നമുക്കറിയാം സർക്കുലർ മോഷൻ ആണ് അടുത്തത് നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലെ. അപ്പൊ സർക്കുലർ മോഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പോയിന്റ് ഓഫ് റെഫറൻസ്, അവിടെ നിന്നും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് r. സോ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? ഈ r തന്നെയായിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? സർക്കുലർ മോഷൻ. അതായത് ഈ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്? യെസ്, ഈ ഒരു പോയിന്റ് ഓഫ് റെഫറൻസിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് അകലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? ഒരു സർക്കുലർ മോഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് അത് നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും. ആൻഡ് ഓൾസോ അവിടെ നമ്മൾ പറഞ്ഞു ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് mv²/r ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പറയാം m⍵²r ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലടാ, നമ്മളിപ്പോ റോഡിലൂടെ പോകുന്നു. ഓക്കെ അല്ലെ? ആ റോഡിന് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെരിവുണ്ട്, ഒരു കർവ്ഡ് റോഡാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ? ഒരു കർവ്ഡ് റോഡാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കർവ്ഡ് റോഡിലൂടെ വരുന്ന സമയത്ത്, ഒരു വണ്ടി വരുന്ന സമയത്ത് അതിന് ഒരു നിശ്ചിത സ്പീഡിനെക്കാട്ടിലും കൂടുതൽ പോകാനായിട്ട് പറ്റത്തില്ല. കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്കിഡ് ആവും. ഓക്കെ അല്ലെ? അത് സ്കിഡ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് നോർമൽ ഉണ്ടായിരിക്കും അല്ലെ? നോർമൽ ഉണ്ടായിരിക്കും. ആൻഡ് താഴത്തോട്ട് എന്തുണ്ടായിരിക്കും? mg ആക്ട് ചെയ്യും അല്ലെ? യെസ്, അഫ്കോഴ്സ് mg ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് പറയാം എന്താണ്, ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഈ ഒരു സർക്കിളർ, അതായത് ഈ കർവ്ഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് തന്നെയാണ്? അതൊരു സർക്കിളിന്റെ ഭാഗമാണ് അല്ലെ? അപ്പം ഈ കർവ്ഡ് റോഡിന്റെ റേഡിയസ്, അല്ലെങ്കിൽ ആ കർവ്ഡ് റോഡ് ഭാഗമാകുന്ന ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഈ ഒരു സർക്കുലർ മോഷൻ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്ന ആരാണ്? ഇവിടെ കൊടുക്കുന്ന ആരാണ്? ഫ്രിക്ഷൻ ആണ്. അതൊരു കർവ്ഡ് റോഡിലൂടെ പോകുമ്പം അവിടെ കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ ആണ് കൊടുക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഫ്രിക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mu n എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ mv²r which is equal to mu n. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v² which is equal to mu n r divided by m വരും. ആൻഡ് ഓൾസോ n എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? mg ക്ക് ഈക്വൽ ആയിരിക്കും. സോ mu mg r divided by m. സോ m ഉം m ഉം പോയി നമുക്ക് കിട്ടി mu g r എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സേഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? r mu g എന്ന് പറയുന്ന ഈ ഒരു സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ വൺസ് ഇപ്പം ഈ കോഎഫിഷ്യന്റ്, ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 0 ആണ്. അതായത്
അതായത് അത്യാവശ്യം വഴുക്കലുള്ള റബ്ബറൈസ്ഡ് റോഡൊന്നും അല്ല, വഴുക്കലൊക്കെ ഉള്ള ആകെ തെന്നി കിടക്കുന്ന ഒരു റോഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സീറോനോട് ഈക്വൽ ആവും. അങ്ങനെ സീറോനോട് ഈക്വൽ ആകുവാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു സീറോ. അതായത് അത്തരം റോഡിലൂടെ വണ്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല, അല്ലെ? സ്കിഡ് ആകും. അങ്ങനെ ആ ഒരു സംഭവം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലെവൽ റോഡുകൾ, ഓക്കെ, ലെവൽ റോഡുകൾ കർവ്ഡ് ആണ്, ലെവൽ റോഡുകളാണ്. അതിൽ പോകുമ്പോൾ നമ്മൾ ഈ സൈക്കിളുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവരെന്താ ചെയ്യുക? അവർ സൈക്കിളിനോടൊപ്പം കുറച്ചൊന്ന് ബെൻഡ് ചെയ്യും. ലെവൽ റോഡാണ്, കർവ്ഡ് ആണ്, അവരെന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം, അതായത് ഇപ്പം ഇങ്ങനെയാണ് എൻ, ഓക്കെ, ഇപ്പം ഇവർ ഇത്രയും ബെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കമ്പോണൻസ് ആക്കി, ഓക്കെ, കമ്പോണൻസ് ആക്കി. സോ എന്നിനെ കമ്പോണൻസ് ആക്കുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും n sin theta, and here it will be n cos theta, and also നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് FR എന്ന് പറയുന്നത്. ആൻഡ് താഴത്തോട്ട് ആരുണ്ടാവുക? mg യും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? FR എന്ന് പറയുന്നത് n sin തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ mg എന്ന് പറയുന്നത് n cos തീറ്റയ്ക്കും ഈക്വൽ ആയിരിക്കും, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ FR by mg കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദിസ് വിൽ ഗീവ് എന്നും എന്നും ക്യാൻസൽ ആയി പോകും. sin theta by cos theta tan theta എന്നും കിട്ടും. ആൻഡ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? യെസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് mv²/r, അല്ലേ? കാരണം എന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ഡിവൈഡഡ് ബൈ mg. സോ എമ്മും പോയി എനിക്ക് കിട്ടും v²/rg which is equal to tan theta. ഇവിടെ നിന്നും എനിക്ക് എന്ത് ചെയ്യണം? v ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ v will be equal to √rg tan theta. മനസ്സിലായല്ലോ? സോ ഇതാണ് അവിടെ സേഫസ്റ്റ് സ്പീഡ്. അതായത് സെയിം കണ്ടീഷനാ ഇവിടെ പോകുന്നത്. എന്താണ് നോർമൽ എന്ന് പറയുന്നത്? എന്താ? നമുക്ക് ഒരിക്കലും നമുക്ക് സൈക്കിൾ അല്ല, സൈക്കിളിന് ബൈക്കിന് വേണമെങ്കിൽ നമുക്ക് ബെൻഡ് ചെയ്യാം. അതേസമയം നമുക്ക് കാറിന് അങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാറിനോ അല്ലെങ്കിൽ വലിയ ട്രക്കുകളെ ഒന്നും ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതേപോലെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേ റോഡിലൂടെ വരുന്ന സൈക്കിളും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാറോ ട്രക്കോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സ്പീഡ് ഇത്രയും, അതേപോലെ തന്നെ സൈക്കിളിന് പറ്റുന്ന സ്പീഡ് ഇത്രയാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായി റോഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വെലോസിറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയാലോടാ? ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ നോർമലിനെ ചെരിക്കുക എന്നുള്ളത്, അല്ലെ? നോർമൽ ചെരിഞ്ഞിരിക്കണം. അങ്ങനെ നോർമൽ ചെരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ബാങ്ക്ഡ് റോഡ്സ് കൊണ്ടുവന്നത്. ഇതാണ് നമ്മുടെ ലെവൽ റോഡ് കേട്ടോ, ലെവൽ റോഡ്. സോ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ദാ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ അത് കൊടുക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി ആൻഡ് അത് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ആൻഡ് യെസ്, ഇതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് പറയാവേ. അതായത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ബോൾ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്കുന്നു. അപ്പം അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടെൻഷൻ ആണ്. സ്ട്രിംഗിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ബോഡിക്ക് സർക്കുലർ ഷേപ്പിൽ പോകാനായിട്ടുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ടെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ? ഇതാണ് നമ്മുടെ കാറിന്റെ mg താഴത്തോട്ട്, അതുപോലെ തന്നെ ഈ നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു അവിടുത്തെ സേഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? √μrg ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ μrgയിൽ മ്യൂവിന്റെ വാല്യൂ വളരെ സീറോനോട് അടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? നമുക്ക് ഒട്ടും വെലോസിറ്റിയിൽ പോകാൻ പറ്റില്ല, കാർ സ്കിഡ് ആവും. സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്ക്ഡ് റോഡ്സ്, അതായത് ഒരു സൈഡ് ചെരിഞ്ഞിട്ടും ഒരു സൈഡ് മുകളിലോട്ടുമായിട്ടുള്ള ബാങ്ക്ഡ് റോഡ്സ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ അല്ലെ? ഒരു സൈഡ് ചെരിഞ്ഞിട്ട്, അതായത് ഒരു സൈഡ് താഴ്ന്നിട്ടും മറ്റൊരു സൈഡ് മുകളിലോട്ടും ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ നമുക്ക് നോക്കാം, ഇതല്ലേ സർഫസ് വരുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ വണ്ടി ഇത്രയും ചെരിഞ്ഞു. അപ്പം ഈ ചെരിവിനനുസരിച്ചിട്ടായിരിക്കും, ഈ ഒരു വണ്ടിയുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പറയുന്ന ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമൽ വരച്ചു, അതിനെ നമ്മൾ കമ്പോണൻസ് ആക്കി. ഇനി നേരെ താഴത്തോട്ട്, അതായത് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് എർത്ത്, അല്ലെ? നേരെ താഴത്തോട്ട് ആര് ആക്ട് ചെയ്യും? mgയും ആക്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ എന്താ പറയാ, നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലടാ? സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. സോ ഇത് വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. ഇനി വിത്ത് ഫ്രിക്ഷൻ നമുക്ക് കാണാം. സോ ഓക്കെ, വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ n cos theta, ഇതേ സെയിം റിലേഷൻ വെച്ചിട്ട് n cos theta എന്ന് പറയുന്നത് mgക്ക് ഈക്വൽ ആയിരിക്കും. n sin theta എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 2 ഇത് ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mv² ഡിവൈഡഡ് ബൈ r mg വരും. m ക്യാൻസൽ ആയി v²rg എന്ന് വന്നു, which is equal to എന്തായിരുന്നു? tan theta.
ക്ലിയർ അല്ലടാ? സോ നമുക്ക് കിട്ടി ടാൻ തീറ്റ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടി എന്താണ് RG ടാൻ തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കിളിന്റെ കേസിൽ നമ്മൾ വന്നത്. ഇതാണ് സേഫസ്റ്റ് സ്പീഡ്. ഇനി വിത്ത് ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ എങ്ങനെയാ വരുന്നത്? യെസ്, നമ്മുടെ n വരും. ഇത് നേരെ ഓക്കെ, ഈ ഇമേജിന് എന്തോ കുഴപ്പമുണ്ട്. n എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് എന്താണ് അതിനെ കമ്പോണൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും n കോസ് തീറ്റ n സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, n കോസ് തീറ്റയാണ് ആൻഡ് n സൈൻ തീറ്റയും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇതേ ഇമേജ് തന്നെ കേട്ടോ, ഇതേ ഇമേജ് തന്നെ. സോ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ? n സൈൻ തീറ്റാന്റെ ഒപ്പം എന്തുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ n സൈൻ തീറ്റ എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു എന്തുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടായിരിക്കും. സോ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കമ്പോണൻസ് ആക്കിയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് എഫ് മാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മനസ്സിലാവും. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിംഗ് ദ റോഡ്സ് ആർ ബാങ്ക്ഡ് അറ്റ് കർവ്സ് അല്ലെ? അത് നമ്മൾ പറഞ്ഞു, ആക്സിഡന്റും അതുപോലെ തന്നെ നമുക്ക് സ്കിഡിംഗും ഒഴിവാക്കാനാണ്. അപ്പൊ നമ്മൾ മേ ബി ചോദിക്കും എന്തിനു വേണ്ടിയിട്ട് ബാങ്ക് റോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇറ്റ് ഈസ് ടു റെഡ്യൂസ് സ്കിഡിംഗ് ആൻഡ് ആക്സിഡന്റ്സ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് മെന്റ് ബൈ ബാങ്കിങ് റോഡ്സ്? എന്താണ്? ഒരു സൈഡ് ചെറുതാക്കിയിട്ടും ഔട്ടർ എഡ്ജ് മുകളിലോട്ട് പൊക്കിയിട്ടായിരിക്കും അതുണ്ടാവുക. ഇനി സ്കെച്ച് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് വെഹിക്കിൾ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ n കോസ് തീറ്റ n സൈൻ തീറ്റയും നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് ഓൾസോ നമുക്ക് പറയാം എന്താണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഈ റോഡിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ അതിന് ഇങ്ങോട്ട് വരയ്ക്കുവാണ് കേട്ടോ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിനെ നമ്മൾ കമ്പോണന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും f കോസ് തീറ്റ. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് f സൈൻ തീറ്റ. ഓക്കെ അല്ലെ? ഇങ്ങനെയും കൂടെ കിട്ടും. ഓക്കെ അല്ലെ? താഴത്തോട്ട് അതുപോലെ mg ആക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫസ്റ്റ് സ്പീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെയാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്, FR. ഓക്കെ, അതായത് ഈ റോഡിന് പാരലൽ ആയിട്ട് ഇവിടെ വരുന്ന സംഭവത്തിന് ഞാൻ എന്താ ചെയ്തത്? നേരെ ഞാൻ ആ മുകളിലോട്ടൊന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേടാൻ, ഇവിടെയാണ് f കോസ് തീറ്റ വരുന്നത് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് f സൈൻ തീറ്റ. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n സൈൻ തീറ്റ പ്ലസ് f cos theta which is equal to എന്തായിരിക്കും? അതാണ് ഇവിടുത്തെ സെൻട്രിപെറ്റൽ അല്ലെ? ഇങ്ങനെയാണ് കർവ് വരുന്നത് അല്ലെ? ഇങ്ങനെയാണ് നമ്മുടെ കർവ് വരുന്നത്. സോ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഇനി അടുത്തത് നോക്കിക്കേ, n cos theta അതേപോലെ തന്നെ f sin theta. അപ്പം n cos theta മുകളിലോട്ടാണ്, f sin thetaയും mgയും താഴത്തോട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ mgയുടെ ഇക്വേഷനാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? n cos theta minus f sin theta which is equal to mg എന്ന് എഴുതാം. ഓക്കെ അല്ലെ? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ഇക്വേഷൻ നമ്പർ 1 divided by 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കിക്കേടാ, n sin theta plus f max. f എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതി? mu അല്ലെ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു mu n എന്ന് നമുക്ക് എഴുതാം. സോ mu n cos theta divided by n cos theta. again ഇവിടെ mu n sin theta. ഇവിടെ mv square by r divided by mg ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m ക്യാൻസൽ ആയി കിട്ടും, നമുക്ക് കിട്ടും v square rg എന്ന് കിട്ടും. അതാണ് ഇവിടെ കിടക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? cos theta വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാ. എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? cos theta വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ നോക്കിയേ, n sin theta. ഓക്കെ, n sin theta. ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? n നെ എല്ലായിടത്തും ഒഴിവാക്കാം. കാരണം എന്താ? എല്ലായിടത്തും n ഉണ്ട്. അപ്പൊ ഞാനത് ഒഴിവാക്കി കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ sin theta divided by cos theta. So that will be equal to tan theta. അതായത് ഇവിടെ n sin theta divided by cos theta, ഇവിടെ again cos theta, ഇവിടെ divided by cos theta, ഇവിടെ divided by cos theta. So ഒന്ന് നോക്കിക്കേടാ, sin theta by cos theta, that is tan theta, plus mu cos theta by cos theta 1. So mu divided by cos theta by cos theta plus 1. Okay, minus mu into sin theta by cos theta. So that is again tan theta. So mu tan theta which is equal to എന്താണ്? v square by rg. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v square കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? rg root of rg into this value എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഇവിടുത്തെ സേഫസ്റ്റ് സ്പീഡ്. അതായത് ബാങ്ക്ഡ് റോഡ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈവൻ മ്യൂവിന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിമം സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. സോ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്തായിരിക്കും? റൂട്ട് ഓഫ് rg tan theta plus mu divided by 1 plus mu tan theta. The various forces acting on a car on a banked road are shown in the figure. Okay, നമുക്ക് ഇവിടെ കിട്ടി. Name the forces labeled n and f. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ ആണ്, f എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. The sum of these forces and forces dash and dash provides the necessary centripetal force. Yes, നമുക്കറിയാം ഏതൊക്കെയാണ് കൊടുക്കുന്നത്? n sin thetaയും അതേപോലെ തന്നെ f cos thetaയും ആണെന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് വരുന്നത് അല്ലെ? ഇതാണ് നമ്മുടെ ബാങ്ക്ഡ് റോഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നർ എഡ്ജ്, ഇതാണ് നമ്മുടെ ഔട്ടർ എഡ്ജ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല നമ്മുടെ കർവ് വരുന്നത്. അപ്പൊ ആ സെന്റർ ഓഫ് ടുവേർഡ്സ് സെന്റർ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ആ ഫോഴ്സ് ഇവിടെ കൊടുക്കാനായിട്ട് കാപ്പബിൾ ആയിട്ടുള്ള ആരൊക്കെയാണ്? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷൻ ഫോഴ്സിന്റെയും കമ്പോണൻസ് ആണ്. ഇറ്റ് ഇസ് n sin theta and f cos theta. ക്ലിയർ അല്ലടാ?
സോ യെസ് അഗെയിൻ നമ്മൾ എടുത്ത് വീണ്ടും ഇതേ ചോദ്യം 2022 ചോദിച്ചിട്ടുണ്ട് ബോർഡ് എക്സാമിന് ഇതേ ക്വസ്റ്റൻ, അതായത് നമ്മുടെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒഴിവാക്കരുത്. ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 11 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും പഠിക്കുക, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് കമന്റ് ബോക്സിൽ ആ സമയം മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതിന്റെ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ വരുന്നതായിരിക്കും കേട്ടോ. സോ അതിലൊന്നും ഒരു മടിയും കാണിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ടായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടോ, എവിടെയാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ക്രിസ്മസ് എക്സാം അടിപൊളി ഒരു എക്സാം ആയിരിക്കും. സോ ഇപ്പൊ തന്നെ ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേക്കുവാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കാണുക, കാരണം റിവിഷൻ വീഡിയോസ് എല്ലാ ചാപ്റ്ററിനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൺ ഷോട്ടുകൾ ചാനലിലുണ്ട്. അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് PYQs ഓരോ ചാപ്റ്ററിലും ഉണ്ട്. 20 ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, യെസ് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ള നിങ്ങളുടെ ഡ്യൂട്ടി മാത്രം ചെയ്യുക. ക്രിസ്മസ് എക്സാം അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതുണ്ട്. സോ മക്കളെ, stay tuned to Vedantu Malayalam channel for more videos and updates. Thank you so much. Bye bye.